പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സഹായിക്കുന്ന നിലപാടുമായി സംസ്ഥാന സർക്കാർ. പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പ്രതിയായ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാതെ സംസ്ഥാന സർക്കാരിന്റെ ഒളിച്ചുകളി. കണ്ണൂർ കണ്ണവത്തെ ABVP പ്രവർത്തകൻ ശ്യാമപ്രസാദ് വധക്കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും സർക്കാർ ഇതുവരെയും അതിന് തയ്യാറായിട്ടില്ല. ജനം ബ്രേക്കിംഗ്. ഭീകരർ കൊലപ്പെടുത്തിയ കണ്ണൂർ കണ്ണവത്തെ ശ്യാമപ്രസാദിന്റെ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കണമെന്ന് കുടുംബം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് 2 വർഷം കഴിഞ്ഞു. കൊടുത്തതിനേക്കാൾ വേഗത്തിൽ അപേക്ഷ നിരസിക്കുകയാണ് സർക്കാർ ചെയ്തത്. ഒടുവിൽ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് വാങ്ങിയെങ്കിലും സർക്കാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാൻ തയ്യാറായില്ല. അതായത് പൂർണ്ണമായും പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. സർക്കാരിൻ്റെ ഈ പ്രീണന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് സാധ്യത. അതിപ്പം പൊതുവെ കേസിലെല്ലാം കാണപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പ്രതികളായ കേസുകളിലെല്ലാം സർക്കാർ അവർക്ക് അനുകൂലമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ താമസിച്ചെന്ന് ഇല്ലാതെന്ന് വിചാരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പ്രതികളായ എല്ലാ കേസുകളിലും ഇപ്പോൾ സർക്കാർ അവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് കാണുന്നത്. ഏതറ്റം വരെ നീതിക്ക് വേണ്ടി പോകാനാണ് നമ്മൾ തീരുമാനം, ഏതറ്റം വരെ ആയാലും. പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പ്രതികളാകുന്ന കേസുകളിൽ സർക്കാർ കാണിക്കുന്ന മൃദു സമീപനത്തിൽ രൂക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരിയും രംഗത്തെത്തി. ഈ നാട്ടിൽ ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥമായ സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് കൊല്ലപ്പെട്ട ഒരാൾക്ക് കോടതിയിൽ നിന്ന് സ്വാഭാവികമായി നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വക്കീലിനെ അനുവദിക്കാനുള്ള അനുവാദം പോലും നൽകുന്നില്ല എന്ന് പറയുമ്പോൾ ക്രൂരതയാണ് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ശ്യാമിൻ്റെ മാതാപിതാക്കൾ കണ്ണീരും കയ്യുമായി കഴിയുകയാണ്, ബന്ധുക്കളും എല്ലാവരും അങ്ങനെ കഴിയുകയാണ്. അവരോട് കരുണ കാണിക്കണം സർക്കാർ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നീതിയുടെ നടപടികളുമായിട്ട് പോകാൻ വേണ്ടിയിട്ട്, കോടതിയിൽ പോകാൻ വേണ്ടിയിട്ട് അത് ബന്ധുക്കൾ നിർബന്ധിതമാവും. അതിനിടയാക്കരുത് എന്നാണ് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് നീതി ലഭ്യമാക്കണം. 2018 ജനുവരി 19 ABVP പ്രവർത്തകനായിരുന്ന ശ്യാമപ്രസാദിനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കൊലപ്പെടുത്തിയത്. ITIയിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ശ്യാമിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ജനം, കണ്ണൂർ.